നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കും. ഡിസംബർ 20-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അമീബിക് മസ്തിഷ്ക ജ്വര രോഗബാധയുണ്ടായെന്ന ആശങ്കയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ ക്ഷേത്രക്കുളങ്ങൾ ഉൾപ്പെടെ പൊതുകുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ കുളങ്ങളിൽ പ്രവേശിക്കരുതെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ്. വനംവകുപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇരുട്ടിന്റെ മറവിൽ കൃഷിയിടത്തിൽ ശുചിമുറി മാലിന്യം തള്ളി സാമൂഹിക വിരുദ്ധർ. ടാങ്കറിലെത്തിച്ച ശുചിമുറി മാലിന്യം തള്ളിയത് തിരുത്തിക്കാട് പാടശേഖരത്തിൽ. തൊഴിലാളികൾ പണിക്കിറങ്ങാതായതോടെ ദുരിതത്തിലായി കർഷകർ. ഹോട്ടൽ മാനേജറിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന KA ജയപ്രകാശ്. പിടികൂടിയത് പണം നൽകാനെന്ന പേരിൽ സ്ഥലത്തെത്തിച്ച് തന്ത്രപരമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. ഡിസംബർ 20-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കും. ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. 2020 ഡിസംബർ 21-നാണ് നിലവിലുള്ള തദ്ദേശ സ്ഥാപന കമ്മിറ്റികൾ നിലവിൽ വന്നത്. ആ കമ്മിറ്റികളുടെ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഡിസംബർ 20-ന് മുമ്പായി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായും ഹരിതചട്ടം പാലിച്ചും പരിസ്ഥിതി സൗഹൃദമായി നടത്താൻ തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഫലപ്രഖ്യാപനം വരെ ഹരിതചട്ടം പാലിക്കുന്നുവെന്ന് തദ്ദേശ വകുപ്പ്, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ, ഹരിതകർമ്മസേന എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഉറപ്പാക്കും. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിലും നിരീക്ഷണ സമിതികൾ രൂപീകരിക്കും. പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന അച്ചടി സാമഗ്രികളിൽ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉറപ്പാക്കണം. നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയാൽ പിഴ ഈടാക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ പരിസ്ഥിതി മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിവ തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് ഒക്ടോബർ 10-ന് മുമ്പ് cru.sec@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനഹിതം, വികാസ് ഭവൻ, PO തിരുവനന്തപുരം എന്ന വിലാസത്തിലും സമർപ്പിക്കാവുന്നതാണ്. അമീബിക് മസ്തിഷ്ക ജ്വര രോഗബാധയുണ്ടായെന്ന ആശങ്കയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ ക്ഷേത്രക്കുളങ്ങൾ ഉൾപ്പെടെ പൊതുകുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ കുളങ്ങളിൽ പ്രവേശിക്കരുതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടത്. ഇത് ചൂണ്ടിക്കാട്ടി കുളങ്ങൾക്ക് മുന്നിൽ ഫ്ലക്സ് ബോർഡും വെച്ചിട്ടുണ്ട്. തായങ്കാവ് മേഖലയിൽ 2 പേർക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗം ഭേദമായതായി റിപ്പോർട്ടുണ്ട്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്നതിൽ സ്ഥിരീകരണമില്ല. കുളങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫലം ലഭിക്കുന്നതുവരെ കരുതൽ നടപടിയെന്ന നിലയിലാണ് പ്രവേശനം വിലക്കി നോട്ടീസ് നൽകിയതെന്നും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ പറഞ്ഞു. അതായത് തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രക്കുളം, പെലക്കാട്ട് പയ്യൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കുളം, പയ്യൂർക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രക്കുളം എന്നിവിടങ്ങളിലെ നീന്തൽക്കുളങ്ങളാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം നീന്തൽക്കുളങ്ങളിലൂടെ അശ്രദ്ധമായ നീന്തൽ, അതുപോലെ മലിനജലത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മസ്തിഷ്ക ജ്വരം ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മലിനമായ ജലത്തിൽ കുളിക്കുന്നത് മൂലവും നീന്തുന്നത് മൂലവും അതിന് രോഗകാരണമായ അമീബ തലച്ചോറിലേക്ക് ബാധിക്കുകയും അതുവഴി നമുക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നീന്തൽക്കുളങ്ങൾ തൽക്കാലത്തേക്ക് അടച്ചിടുകയും അവിടെ നിന്നുള്ള വെള്ളം ശേഖരിച്ച് ലാബിലേക്ക് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വരുന്നതുവരെ കുളം നമ്മൾ തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്.
കൂറ്റനാട് സെന്ററിൽ നിർത്തിയിട്ട സ്കൂട്ടറിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ചു കയറിയ അപകടം, ഒരാൾക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരൻ കൂറ്റനാട് ന്യൂ ബസാർ സ്വദേശി അബ്ദുറഹ്മാനാണ് പരിക്കേറ്റത്. കൂറ്റനാട് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ചൊവ്വാഴ്ച വൈകിട്ട് 4:45 അപകടം. ഗുരുവായൂർ മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പുണ്യാളൻ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ആളെ ഇറക്കാൻ നിർത്തിയതോടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അബ്ദുറഹ്മാൻ വാഹനം ബസിന് പിറകിലായി നിർത്തുകയായിരുന്നു. ഇതോടെ പിറകിൽ വന്നിരുന്ന എടപ്പാൾ കൂറ്റനാട് പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന കണ്ണൻ എന്ന ബസ് സ്കൂട്ടറിനു പിന്നിൽ ഇടിച്ചുകയറി. കാലിന് ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ഇരു ബസ്സുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വനംവകുപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയെന്ന കുറ്റം ചുമത്തി വനംവകുപ്പ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കാഞ്ഞിരക്കോട് സ്വദേശിയായ മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക പീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ചും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ചിറ്റണ്ട സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുകയും മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനോട്, കേരളം ഭരിക്കുന്ന ഉദ്യോഗസ്ഥരോട്, DGPയോട്, ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ എത്രത്തോളം വെറുക്കുന്നുവെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് പണം പിരിക്കുക. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നവകേരള സദസ് കഴിഞ്ഞു. ഇപ്പൊ ഒരു വികസനവും നടത്താത്ത പഞ്ചായത്ത് സംവിധാനങ്ങളെ വെച്ച് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വികസന സദസ് നടത്താൻ പോകും. എന്ത് വികസന സദസ്? കേരളത്തിലെ റോഡുകളെല്ലാം കുളമായി കിടക്കാണ്. പ്രാദേശികമായുള്ള ഗ്രാമീണ റോഡുകൾ എല്ലാം തകർന്നു തരിപ്പണമായി. ഗ്രാമീണ റോഡുകൾ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡുകൾ എത്രയാ? കേരളത്തിൽ എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത്? മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. NK കബീർ, K ഗോവിന്ദൻകുട്ടി, സുന്ദരൻ ചിറ്റണ്ട, ചന്ദ്രപ്രകാശ് ഇടമന, അജു നെല്ലുവായ്, സതീഷ് ഇടമന, MC ഐജു, ഫ്രിജോ കുണ്ടന്നൂർ, സുജാത തുളസി, നജീബ് കൊമ്പത്തേൽ, ഷിയാസ് ചിറ്റണ്ട, ശ്യാംജി ചിറ്റണ്ട എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ ഹോട്ടൽ മാനേജറിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറസ്റ്റിൽ. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന KA ജയപ്രകാശിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിൽ താൽക്കാലിക ജോലിക്കാർ കൂടുതലായതിനെ നടപടിയെടുക്കാതിരിക്കാൻ എന്ന പേരിലാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടതെന്ന് പരാതിക്കാരൻ പറഞ്ഞു. 10,000 രൂപ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ആദ്യപടിയായി 5,000 രൂപ നിർബന്ധിച്ച് വാങ്ങുകയും ചെയ്തു. ഇതിനിടെ ജയപ്രകാശിനെ ചാവക്കാട് കാക്കനാട് ലേബർ ഓഫീസിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഈ വിവരം മാനേജറിൽ നിന്നും മറച്ചുവെച്ച് ബാക്കി തുകയായ 5,000 ഗൂഗിൾ പേ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇത് സാധിക്കില്ലെന്നറിയിച്ചപ്പോൾ നേരിട്ട് വന്ന് പണം വാങ്ങിക്കൊള്ളാമെന്ന് അറിയിച്ചു. ഇക്കാര്യം ഹോട്ടൽ മാനേജർ വിജിലൻസിനെ അറിയിക്കുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ പണം വാങ്ങാൻ ഹോട്ടലിലെത്തിയ ജയപ്രകാശിനെ കാത്തുനിന്ന് വിജിലൻസ് സംഘം പിടികൂടുകയുമായിരുന്നു. എരമംഗലം കളത്തിൽപ്പടിയിൽ ലഹരി ചോദിച്ച് യുവാവിന് നേരെ ആക്രമണം നടത്തിയ പ്രതി പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായി. എരമംഗലം നാക്കോല സ്വദേശി അബ്ദുസമദിനെയാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത്. കളത്തിൽപ്പടി സ്വദേശി സാലിയെയാണ് അബ്ദുസമദ് ആക്രമിച്ചത്.
സാലിയുടെ സുഹൃത്തിൽ നിന്നും ലഹരി വസ്തുവായ MDMA വാങ്ങി നൽകണമെന്ന് പ്രതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൂട്ടുകാരന് നിലവിൽ ലഹരി കച്ചവടമൊന്നുമില്ലെന്ന് പറഞ്ഞതോടെ അബ്ദുസമദ് സാലിയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ സാലിയുടെ വലത് കണ്ണിന് താഴെയും മൂക്കിനും പരിക്കേറ്റു. കുന്നംകുളം, ഗുരുവായൂർ, പെരുമ്പടപ്പ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അബ്ദുസമദ്. പെരുമ്പടപ്പ് ഇൻസ്പെക്ടർ CV ബിജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇരുട്ടിന്റെ മറവിൽ കൃഷിയിടത്തിൽ ശുചിമുറി മാലിന്യം തള്ളി. തിരുത്തിക്കാട് പാടശേഖരത്തിലാണ് വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇതോടെ കർഷകർ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ കൃഷിയിടത്തിലേക്ക് വലിയ ടാങ്കുകളിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതോടെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകി. കൃഷിയിടത്തിൽ മാലിന്യം നിറഞ്ഞതോടെ തൊഴിലാളികൾ പണിക്കിറങ്ങാതായി. ഇതോടെ കർഷകർ പ്രതിസന്ധിയിലായി. വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മേഖലയിൽ 3ാം തവണയാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്. ഇതോടെ നിരീക്ഷണ ക്യാമറ വയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സൗമ്യ അനിലൻ പറഞ്ഞു. നമ്മളിവിടെ ക്യാമറ വയ്ക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പാടശേഖരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ മാലിന്യ പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കർഷകർ കുറേ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരെ കക്കൂസ് മാലിന്യം തട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഹെൽത്തുകാർ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ക്യാമറകൾ പരിശോധിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇത് വളരെ കർഷകരെ സംബന്ധിച്ച് വലിയൊരു പ്രയാസം നേരിടുന്ന സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്, തിരുത്തിക്കാട് ഉണ്ടായിട്ടുള്ളത്. മാലിന്യം തള്ളിയതോടെ കൃഷിയിടത്തിൽ പണിക്കാർ ഇറങ്ങുന്നില്ലെന്ന് 9 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകൻ KK കേശവൻ പറഞ്ഞു. അടിയന്തരമായി ക്യാമറ സ്ഥാപിച്ചാൽ മാത്രമേ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്നും നഗരസഭ ക്യാമറ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും മുൻ നഗരസഭാ കൗൺസിലർ GK ജിന്നി പറഞ്ഞു. നിലവിലുണ്ടായ സാഹചര്യം ഇവിടുത്തെ വൈസ് ചെയർമാനെ ഇവിടുത്തെ കൗൺസിലർ കൂടെ അറിയിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരികയും അവർ കോറിലേഷൻ നടത്തുകയും ചെയ്തു. അതുകൂടാതെ കൃഷി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് വേണ്ട പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ക്യാമറ വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നഗരസഭ ഒരു ക്യാമറ ഇവിടെ വെക്കാനുള്ള ഇതിനെക്കുറിച്ച് പാസ്സായില്ലാണ്. അത് അടുത്ത ദിവസം തന്നെ വെക്കും. അതിന് പറ്റിയില്ലെങ്കിൽ ഒരെണ്ണം വെക്കാവുന്ന. മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം അടിയന്തരമായി പരിഹരിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ പിടികൂടി കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇറങ്ങാൻ പറ്റാതെ ഈ പണിക്കാർ പറഞ്ഞ കൂട്ടാക്കണില്ല. ആകെ മാലിന്യം കണ്ടത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. 2-3 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം ഇവിടെ തന്നെ ചെന്ന് പറഞ്ഞു. അവർ വന്നോ നടപടികൾ ചെയ്യുന്നുണ്ട്. പൗഡറൊക്കെ BC പൗഡറൊക്കെ കൊടുത്തിട്ടു. ഞായറാഴ്ച കാണാതായ യുവതിയെ വരവൂർ മഞ്ഞച്ചിറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ പിലക്കാട് ഗോവിന്ദൻ ഉഷ ദമ്പതികളുടെ മകളായ 24 വയസ്സുള്ള ഗ്രീഷ്മയെയാണ് തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ കുളത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഞായറാഴ്ച രാവിലെയാണ് ഗ്രീഷ്മയെ കാണാതായത്. ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിൽ കുളത്തിന് സമീപം ചെരുപ്പും ബാഗും കണ്ടെത്തി. തുടർന്ന് തിരഞ്ഞപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം മൃതദേഹം പുറത്തെടുത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ ആരംഭിച്ചു. പാരാമെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഗ്രീഷ്മ. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ കായികമേള ഒക്ടോബർ 14, 15, 16 തീയതികളിലായി കുന്നംകുളത്ത് നടക്കും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന ജില്ലാ കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരണം സെപ്റ്റംബർ 25 വ്യാഴാഴ്ച നടക്കും. രാവിലെ 10:30 ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സംഘാടക സമിതി രൂപീകരണ യോഗം ചേരുന്നതെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. തെരുവ് വിളക്കുകളെ ചൊല്ലി കരാറുകാരനെതിരെ ഗുരുവായൂർ നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗത്തിൽ വിമർശനമുയർന്നു. തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണിയും പരിപാലനവും സംബന്ധിച്ചാണ് ആക്ഷേപം ഉയർന്നത്. കരാറുകാരൻ പരാതി പരിഹാരത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും കൌൺസിൽ യോഗം വിലയിരുത്തി. ഉദ്യോഗസ്ഥർക്ക് പ്രവൃത്തികളുടെ മേൽനോട്ട ചുമതല നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നടത്തുന്ന പ്രാദേശിക വികസന സദസ്സുകളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം ഉയർന്നു. ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ വ്യക്തമാക്കി. LDFന്റെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കാനാണ് ശ്രമമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി.
MLAയുടെ ആസ്തി വികസന പദ്ധതി ഉൾപ്പെടുത്തി നഗരസഭയുടെ 43-ാം വാർഡ് 86-ാം നമ്പർ അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ ഭരണാനുമതി നൽകുന്നതിന് കൌൺസിൽ തീരുമാനിച്ചു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് IRTCയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മെഷീനുകളുടെ പ്രപ്പോസലുകൾ കൌൺസിൽ പരിഗണിച്ചു. യോഗത്തിൽ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷനായി. പൌരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ചിറമനേങ്ങാട് സ്വദേശി ഫാദർ യാക്കോബ് പ്രിൻസിന് കോൺഗ്രസ് കടങ്ങോട് 20-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉപഹാരം നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. വാർഡ് മെമ്പർ സൈബുനിസ ഷറഫു പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച സ്ലീബ പനക്കൽ ഗ്രിഗറിയെ അനുമോദിച്ചു. മുൻ വാർഡ് പ്രസിഡന്റ് സിംസൺ മണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചിറമനേങ്ങാട്, മുൻ വാർഡ് മെമ്പർ ജയന്തി ചന്ദ്രൻ, സുനിൽ ചിറമനേങ്ങാട്, BY മുഹമ്മദ് അലി, MS അഷ്റഫ്, ജെയിംസ്, പ്രഭാകരൻ കല്ലഴി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചിറളയം HCC GUP സ്കൂളിൽ ഭരണഘടനാ ആമുഖം അനാച്ഛാദനവും ശുചിത്വോത്സവം സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിൻ ഉദ്ഘാടനവും നടന്നു. പ്രധാന അധ്യാപിക സിസ്റ്റർ അൻസ ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നഗരസഭാ കൌൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ അനാച്ഛാദനം ചെയ്ത ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A. രഞ്ജിത്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭാംഗം TV മഞ്ജു ശുചിത്വ മിഷൻ മാലിന്യ വിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യ വിമുക്ത കേരളം എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ടിജോ ചെറുവത്തൂർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ആരോഗ്യവകുപ്പിലെ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപികമാരായ ടിൻസി ഫ്രാൻസിസ് സ്വാഗതവും എലിസബത്ത് ബെന്നിയച്ചൻ നന്ദിയും പറഞ്ഞു. കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറിമാരായ MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, K സോണി സക്കറിയ, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇക്ബാൽ ചിറയംകാട്, CC സക്കറിയ, BK മുഹമ്മദ്, മിനി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടക്കും. കൂടാതെ വാദ്യവിശേഷങ്ങളായ കേളി, തായമ്പക, നാദസ്വരം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും. ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാവിലെ ദേവീസ്തുതികൾക്ക് ശേഷം ശ്രീ രാധാകൃഷ്ണ അയ്യർ, PV നാരായണൻ എന്നിവരുടെ അഷ്ടപതിയുണ്ടായി. വൈകിട്ട് വാദ്യകലാകാരൻ ചൊവ്വല്ലൂർ സുനിലിന്റെ ശിഷ്യന്മാരായ സഞ്ജയ്, ദേവർഷ്, നവനീത്, ദീക്ഷിത്, വൈഗ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച തായമ്പകയും അരങ്ങേറി. കുരഞ്ഞിയൂർ ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. ഗുരുവായൂർ MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപയും സംസ്ഥാന സർക്കാർ ബജറ്റ് വിഹിതത്തിൽ നിന്ന് ലഭിക്കുന്ന 1 കോടി രൂപയും ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. പുന്നേർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചാവക്കാട് AO BB സിന്ധു, PTA പ്രസിഡന്റ് PA അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം, വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, SMC ചെയർമാൻ ഗഫൂർ, മുൻ PTA പ്രസിഡന്റുമാരായ ഉസ്മാൻ വാലിപ്പറമ്പിൽ, ബിജു മഠത്തിലായിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ PV അജിത സ്വാഗതവും പ്രധാന അധ്യാപിക AV സുമംഗല നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും രോഗികളോട് അവഗണന കാണിക്കുന്നെന്ന പരാതിയുമായി യുവതി. ചാട്ടുകുളം സ്വദേശി ചിറ്റഞ്ഞൂർ വീട്ടിൽ സിന്ധുവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറെ കാണാൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 എത്തിയതായിരുന്നു സിന്ധു.
OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ടെങ്കിലും OPയിൽ വെച്ച് പരിശോധിക്കാൻ സാധിക്കില്ലെന്നും ഡ്രസ്സിംഗ് റൂമിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഏറെ നേരം കാത്തിരുന്നിട്ടും ഡോക്ടർ എത്തിയില്ല. മാത്രമല്ല ഏറെ തിരക്കുള്ള ദിവസമായിട്ട് പോലും ഒരു നഴ്സ് മാത്രമാണ് OPയിൽ ഉണ്ടായിരുന്നതെന്നും സിന്ധു പറഞ്ഞു. മിനി കാഷ്വാലിറ്റിയിൽ എത്ര പേഷ്യൻ്റ് ശ്വാസം മുട്ടായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. ഒരു സിസ്റ്ററാണ് അവിടെ ഡ്യൂട്ടിക്കുള്ളത്. ഡ്യൂട്ടിക്ക് ആളിഞ്ഞിട്ട് ഇടണ്ടേ, ഗവൺമെൻറ് സ്ഥാപനമല്ലേ. ഒരു പേഷ്യൻ്റ് 3 തവണ ക്യാനിൽ വരാൻ വേണ്ടിയിട്ട് ആ സിസ്റ്ററോട് വന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞറിയോ, എനിക്ക് കൈയൊഴിവില്ലേ, കണ്ടില്ലേ പേഷ്യൻറ്റിനെ നോക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. തൻ്റെ ചെറിയ 2 കുഞ്ഞുങ്ങളെ ബന്ധുക്കളെ ഏൽപ്പിച്ചാണ് ചികിത്സയ്ക്കായി എത്തിയതെന്നും ഇക്കാര്യം പറഞ്ഞിട്ട് പോലും പരിശോധന നൽകിയില്ലെന്നും സിന്ധു ആരോപിച്ചു. സാധാരണക്കാരായ രോഗികളോട് മാന്യമായി പെരുമാറാനും അവർക്ക് ചികിത്സ നൽകുന്നതിനും ആശുപത്രി അധികൃതർ തയ്യാറാകണമെന്നും ആശുപത്രിയിൽ മതിയായ ജീവനക്കാരെ ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പേഷ്യൻസിനോട് എങ്ങനെ പെരുമാറണം, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിസ്റ്ററായിട്ടില്ലെങ്കിലും ഞാൻ അവിടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പേഷ്യൻസിനോട് വരുമ്പോൾ നമ്മൾ ചിരിച്ചൊന്നും വേണ്ട, നമ്മൾ മാന്യതയിൽ മുഖത്ത് കീറി നോക്കിയിട്ട് പറയണ്ട. അത് അവിടെ നിന്ന് കിട്ടിയില്ല, ഇത് കീറി നോക്കും, ഇത് ഇങ്ങനെയാണോ ഒരു ഇത് ചെയ്യേണ്ടത്, അതൊക്കെ തിരക്കിലാണെന്ന് വിചാരിക്കാം. പൈസ ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ വരുന്നത്. ഈ തിക്കും തിരക്കിലും അവിടെ തുടയ്ക്കുന്നു. അങ്ങോട്ട് മാറാൻ പറയുക, ഇങ്ങോട്ട് മാറാൻ പറയുക, ഈ അങ്ങനെ ബ്ലഡ് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വരിക്ക് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ മാറി നിൽക്കുക. ഞങ്ങൾ എങ്ങോട്ട് മാറി നിൽക്കും? അവിടെയാണ് അതിനുള്ള സൗകര്യങ്ങളും ഇല്ല. എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടില്ല, പക്ഷെ ജനങ്ങൾക്ക് നീതി കിട്ടണം. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ വിശദീകരണം നൽകി. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സർക്കാർ പോസ്റ്റ് അനുസരിച്ച് 4 മെഡിക്കൽ ഓഫീസർമാരാണ് ഉള്ളത്. ഒരു സമയത്ത് എപ്പോഴും ഒരു ഡോക്ടറുടെ സേവനമാണ് ലഭിക്കുക. മാത്രമല്ല അത്യാഹിത വിഭാഗത്തിൽ 2 നഴ്സുമാരെ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ നമുക്ക് സർക്കാർ പോസ്റ്റ് അനുസരിച്ച് 4 മെഡിക്കൽ ഓഫീസറുടെ പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഒരു സമയത്ത് എപ്പോഴും നമുക്ക് ഒരു ഡോക്ടർ സേവനമാണ് നമുക്ക് ലഭിക്കുക. നമ്മുടെ കാഷ്വാലിറ്റി സർവീസ് എന്ന് പറയുന്നത് 8 മണി മുതൽ 2 മണി വരെ ഒരു ഷിഫ്റ്റ്, 2 മണി മുതൽ 8 മണി വരെ ഒരു ഷിഫ്റ്റ്, 8 മണി മുതൽ മോർണിംഗ് 8 മണി വരെ ഒരു ഷിഫ്റ്റ്, അങ്ങനെ 3 ഷിഫ്റ്റായിട്ടുണ്ടാവും. അതിലെപ്പോഴും നമുക്ക് ഒരു ഡോക്ടറാണ് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഏറ്റവും നല്ല സേവനം നൽകുന്നതിനാൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പൊതുവെ നല്ല രീതിയിൽ തിരക്കനുഭവപ്പെടാറുണ്ട്. അതിൻ്റേതായ പരിമിതികളുണ്ടെങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച സേവനമാണ് താലൂക്ക് ആശുപത്രിയിൽ നൽകി വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സൂപ്രണ്ടിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ഡോക്ടർ AV മണികണ്ഠൻ പറഞ്ഞു. പിന്നെ കാഷ്വാലിറ്റിയിൽ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന സ്ഥാപനം. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. 24 മണിക്കൂർ നമുക്ക് ലാബുണ്ട്, 24 മണിക്കൂർ ഫാർമസി, ECG, എക്സ്റേ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികൾ നമുക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ വെച്ച് തന്നെ നമുക്ക് മികച്ച സർവീസാണ് നമ്മുടെ ആശുപത്രി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ സൂപ്രണ്ടിനോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഉള്ളതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ തിരുത്താനുള്ള എല്ലാ ശ്രമങ്ങളും സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. കടപ്പുറം പഞ്ചായത്തിൽ ജനകീയാസൂത്രണം 2025-26 വർഷത്തെ പദ്ധതികളുടെ ഭാഗമായി കറവ പശുവിന് കാലിത്തീറ്റ പദ്ധതിയുടെയും ധാതുലവണ മിശ്രിതം പദ്ധതിയുടെയും സംയുക്ത ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്തിന് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, സ്വയം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, വീട്ടമ്മമാരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 10 ലക്ഷത്തോളം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ NB സെബി പദ്ധതി വിശദീകരണം നടത്തി. മെമ്പർമാരായ PA മുഹമ്മദ്, ഷീജ രാധാകൃഷ്ണൻ, ഐശ്വര്യ, ഫാമേഴ്സ് ക്ലബ് പ്രസിഡന്റ് RK ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മൃഗസംരക്ഷണം വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ AV അബ്ദുൽ ഗഫൂർ സ്വാഗതവും ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഫസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു. വേലൂർ ഗ്രാമപഞ്ചായത്ത് വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡ് 13-ൽ സൗജന്യ ആയുർവേദ ആൻഡ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും പേവിഷബാധയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വേലൂർ പഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. ഉഷ, ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കല്യാണിക്കുട്ടി, ഡോക്ടർ ജയശ്രീ, അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജോത്സ്ന, വാർഡ് മെമ്പറും വികസനകാര്യ ചെയർമാനുമായ CF ജോയ് എന്നിവർ സംസാരിച്ചു. CDS മെമ്പർ സോണി പ്രദീപ്, RRT അംഗം KV പ്രദീപ്, ആശാവർക്കർ ബീന ഫ്രാൻസിസ്, KG ശശിധരൻ, ഹരിതകർമ്മസേന അംഗം ഷീല അർജുൻ, ശ്രുതി പ്രബിൻ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണവും പൈപ്പ് സ്ഥാപിക്കലും മൂലം അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് ജംഗ്ഷൻ വരെയുള്ള മേഖലയിൽ കനത്ത ഗതാഗത കുരുക്ക്. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി.
സ്കൂൾ, ഓഫീസ് സമയങ്ങളിലാണ് പരിഹരിക്കാനാകാത്ത വിധം ജംഗ്ഷനിൽ ഗതാഗതം താറുമാറാകുന്നത്. ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പെരുമ്പിലാവിലെ സ്കൂൾ, കോളേജുകളിൽ ഇതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും വൈകിയാണ് എത്തുന്നത്. അത്യാഹിതം സംഭവിച്ച് സമീപത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗികളുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങൾക്കും ഗതാഗതക്കുരുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റോഡിന്റെ ഒരു ഭാഗത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ മൂലം മറുവശത്തെ ഒറ്റ ലൈനിലൂടെ മാത്രമാണ് ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇതാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം. നിർമ്മാണ ജോലികൾ ഇഴഞ്ഞ മട്ടിലാണെന്നും വേണ്ടത്ര തൊഴിലാളികളെ വെച്ച് പൈപ്പ് സ്ഥാപിക്കൽ ജോലി ദ്രുതഗതിയിൽ ആകുന്നില്ലെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനായി രാവിലെയും വൈകിട്ടും മേഖലയിൽ വേണ്ടത്ര ട്രാഫിക് പോലീസുകാരെ നിയമിക്കുന്നതിനായി നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകനും ടീം വെൽഫെയർ ക്യാപ്റ്റനുമായ MN സലാഹുദ്ദീൻ, കുന്നംകുളം ഫയർ ആൻഡ് ഡിഫൻസ് പോസ്റ്റ് വാർഡനുമായ സജീവ് CV എന്നിവരാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം പെരുമ്പിലാവിലെ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്ത് ഗതാഗതം സുഗമമാക്കിയത്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാവക്കാട് നഗരസഭയിലെ അംഗൻവാടികളിലേക്ക് വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ PV ശാന്തിനി പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവെ, മുൻ ചെയർമാനും കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, 21-ാം വാർഡ് കൌൺസിലർ രഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, അംഗൻവാടി അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നത്. LDF പോർക്കുളം പഞ്ചായത്ത് വികസന കൺവെൻഷൻ നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM നാരായണന്റെ അധ്യക്ഷതയിൽ പാറേമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന കൺവെൻഷൻ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, CG രഘുനാഥ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ ക്രൈസ്തവ സഭകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിശ്വവാണി മിഷണറി മീറ്റ് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ചിറക്കൽ സംഗമം പാലസിൽ നടക്കും. വൈകിട്ട് 6-ന് നടക്കുന്ന സമ്മേളനത്തിൽ വിശ്വവാണി സംസ്ഥാന കോർഡിനേറ്റർ ഇവ ബിജു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. വിശ്വവാണി മ്യൂസിക് ടീം സംഗീത ശുശ്രൂഷ നിർവഹിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ 10-ലധികം മിഷണറിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വയലത്തൂർ വെറ്റിനറി ഡിസ്പെൻസറിയിൽ 2025-26 വാർഷിക പദ്ധതി കറവപ്പശു കാലിത്തീറ്റ വിതരണ ഉദ്ഘാടനം നടത്തി. വയലത്തൂർ ക്ഷീരസംഘത്തിൽ വെച്ച് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ് പനങ്ങാവിൽ അധ്യക്ഷനായി. 3,36,000 രൂപ വികസന ഫണ്ട് ഉപയോഗിച്ച് 52 ഗുണഭോക്താക്കൾക്ക് 2 ചാക്ക് കാലിത്തീറ്റ 4 മാസം വരെ ലഭിക്കുന്നതാണ് പദ്ധതി. യോഗത്തിന് ഡോക്ടർ ദീപ സ്വാഗതവും വയലത്തൂർ ക്ഷീരസംഘം പ്രസിഡന്റ് പ്രതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് TK ശിവശങ്കരന്റെ നിര്യാണത്തിൽ സഹകരണ സംഘം അനുശോചന യോഗം നടത്തി. പന്നിത്തടം ഹെഡ് ഓഫീസിൽ നടന്ന അനുശോചന യോഗത്തിന് സംഘം പ്രസിഡന്റ് PV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ മേഖലയിലെ കരുത്തനായ സംഘാടകനെയാണ് നഷ്ടമായതെന്ന് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അനുസ്മരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് PK രാമകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി ജോഷി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, PC ഗോപാലകൃഷ്ണൻ, PK വിനയകുമാർ, OS വാസുദേവൻ, PV പ്രസാദ്, സലാം വലിയകത്ത്, അക്ബർ അലി, വനജ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വൈവിധ് 2025 സെപ്റ്റംബർ 26-27 ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ പുത്തൻ കണ്ടെത്തലുകൾ കാണാനും ആശയവിനിമയം നടത്താനും രസകരമായ മത്സരങ്ങളിൽ പങ്കെടുക്കാനും കോളേജിലെ വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന സാങ്കേതിക വിസ്മയമാണ് വൈവിധ്. MCA വിദ്യാർത്ഥികൾക്കായി പ്രൊജക്ട് എക്സ്പോ ആവിഷ്കാർ, പേപ്പർ അവതരണം, ഫ്ലക്സ് ഫോറം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവയുഗ പ്രൊജക്ട് എക്സ്പോ, ഐഡിയഗ്രാം വർക്ക്ഷോപ്പ് സീരീസ് ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമ്മേഴ്സോ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെ ഡെസ്ട്രോയ് ദി ഡെസിബൽ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ വാസ്തത്വ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ ലിഗ റോബോട്ടിക്സ്, കാർ ബൈക്ക് പ്രേമികൾക്ക് അഗ്നിചക്ര, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ കെരനോസ്, MCAയുടെ അദ്വൈത എന്നിവയും നടക്കും.
പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ സി സുനിത നേതൃത്വം നൽകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ എൽ അനിത, ജോയിന്റ് കൺവീനർ ടി പി നവീൻ, മീഡിയ കൺവീനർ MS സുരഭി, വിദ്യാർത്ഥികളായ ആദിത്യൻ, ജിസ്നി, നിരഞ്ജൻ, അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സെൻട്രൽ കമ്മിറ്റി ഇവന്റ്സ് ആദ്യത്തെ ഇവന്റിന്റെ പേരാണ് ആവിഷ്കാർ. നമ്മുടെ BTech, MTech അതുപോലെ തന്നെ ഡിപ്ലോമ സ്റ്റുഡൻസിനും എല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന എക്സ്പോ കോമ്പറ്റീഷൻ, പ്രൊജക്ട് എക്സ്പോ കോമ്പറ്റീഷൻ ആണ് ആവിഷ്കാർ. അതിന്റെ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഏകദേശം 10,000 രൂപയാണ് എല്ലാം കൂടി വരിക. മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് നവയുവ എന്നുള്ള പേരിൽ അറിയുന്ന സ്കൂൾ പ്രൊജക്ട് എക്സ്പോ കോമ്പറ്റീഷൻ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രിയഗ്രാം എന്നുള്ള പേരിലുള്ള ഒരു വർക്ക്ഷോപ്പും നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊജക്ട് എക്സ്പോ എമോഴ്സോ എന്ന പേരിലാണ് അവർ നെയിം ചെയ്തിട്ടുള്ളത്. പഠനത്തോടൊപ്പം തെങ്ങോലമെടയിൽ പരിശീലിച്ച വിദ്യാർത്ഥികൾ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർക്കായാണ് ഗ്രാമീണ പൈതൃകത്തിന്റെ ഭാഗമായി തെങ്ങോലമെടയിൽ തൊഴിൽ പരിശീലന ക്യാമ്പ് നടത്തിയത്. 2 ദിവസങ്ങളിലായി നടന്ന പരിശീലന പരിപാടിയിലേക്ക് കർഷകനും ചങ്ങാത്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റുമായ സതീഷ് തെങ്ങോലകൾ എത്തിച്ചു നൽകി. ആദ്യമായി ഓലകൾ മെടയുന്നതിന് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ക്രമേണ എളുപ്പമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മെടഞ്ഞ ഓലകൾ കൊണ്ട് തനതിടം നവീകരണവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ ദ്വിദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 2 വർഷം കൊണ്ട് തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി വിവിധ തൊഴിൽ പരിശീലനമാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അധ്യാപകരായ ജ്യോതി, രാധിക, NSS പ്രോഗ്രാം ഓഫീസർ TP രമ്യ, NSS ലീഡർമാർ എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം MKM UP സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ ഫ്രൂട്ട്സ് ഡേ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മാതൃസംഘം പ്രസിഡന്റ് ശരണ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എഡ്യൂക്കേഷൻ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ വിവിധ പഴങ്ങളുടെ വേഷം ധരിച്ച് വേദിയിലെത്തി പഴങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് വിശദീകരിച്ചു. കുട്ടികൾ കൊണ്ടുവന്ന പഴങ്ങൾ ഉപയോഗിച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി. സ്കൂൾ മാനേജർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ, ലിജോ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രീ പ്രൈമറി അധ്യാപകരായ മേരി, പ്രീതി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സായി മന്ദിരത്തിൽ ശ്രീമദ് ഭാഗവത ധർമ്മസൂയം 24-ന് ആരംഭിക്കും. സെപ്റ്റംബർ 24 മുതൽ വിജയദശമി ദിവസം വരെയാണ് ധർമ്മസൂയം. 24-ന് വൈകിട്ട് 5 മണിക്ക് ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഉദ്ഘാടനം നിർവഹിക്കും. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വേദഗവേഷണ കേന്ദ്രം മുൻ ചെയർമാൻ വടക്കുംപാട്ട് നാരായണൻ മുഖ്യാതിഥിയാകും. ശ്രീ ഗുരു ആരപ്പദാസൻ, ബിജു ഗോപാലകൃഷ്ണൻ യജ്ഞാചാര്യനാകും. വിവിധ ദിവസങ്ങളിൽ ശങ്കുട്ടി ദാസ്, മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, ആദിമാർഗി മഹാചണ്ഡാള ബാബ, PR നാഥൻ, ജയപ്രകാശ് കേശവൻ, ഹരീന്ദ്രൻ മാസ്റ്റർ, രാധാകൃഷ്ണൻ മാസ്റ്റർ കാക്കശ്ശേരി, ഡോക്ടർ കിരൺ ആനന്ദ്, വടക്കുംപാട്ട് നാരായണൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും. ജയചന്ദ്രനും സംഘവും സർഗസബര്യ, ഭക്തിഗാനമേള, മണലൂർ ഗോപിനാഥന്റെ ഓട്ടൻതുള്ളൽ, പഴുവിൽ ഗോകുലം സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗോകുലം ഭജൻസ്, ശ്രീ ഭാരത നൃത്ത കലാക്ഷേത്രത്തിന്റെ രുദ്രമൂകാംബിക നൃത്തശില്പം, കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, സായി ശങ്കരി ഗുരുവായൂരിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറും. 24 മുതൽ ഒക്ടോബർ 2 വരെ 3 നേരങ്ങളിൽ അന്നദാനവും ഉണ്ടാകും. വിജയദശമി നാളിൽ മഹാഭിഷേകം, സമാധിപൂജ, പൂമൂടൽ എന്നിവയും നടക്കും. വാർത്താസമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അരുൺ C നമ്പ്യാർ, ട്രസ്റ്റി സബിത രഞ്ജിത്ത്, ജയപ്രകാശ് കേശവൻ, IP രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്കൂൾ തൃശൂർ റവന്യൂ ജില്ലാ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് HSS വിദ്യാർത്ഥി CA ഷമലിന് സ്വർണം. കടങ്ങോട് ചുള്ളിയിൽ ജലീൽ ബിൻസിയ ദമ്പതികളുടെ മകനാണ്. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ഷമൽ കഴിഞ്ഞ വർഷവും ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. എയ്യാൾ ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ ശ്രീനാരായണ മഹാസമാധി ആചരിച്ചു. അഡ്വക്കേറ്റ് CS ഋത്വിക് ഉദ്ഘാടനം ചെയ്തു. MA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചന്ദ്രശേഖരൻ പുതുശ്ശേരി മുഖ്യാതിഥിയായി. അനീഷ് എയ്യാൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അശോകൻ നെല്ലിക്കൽ, കരീം പന്നിത്തടം, KS ശങ്കരനാരായണൻ, അശോകൻ മാസ്റ്റർ, ശുഭ ടീച്ചർ, ബാബു ആചാരി, അഡ്വക്കേറ്റ് ജയപ്രകാശ്, സുമന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് സമാധി പൂജയോടുകൂടി സമാപിച്ചു.
കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ആയുർവേദ ദിനാചരണം നടത്തി. വട്ടമാവ് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് മെമ്പർ നിർമ്മല, യോഗ പരിശീലക പ്രിയ എന്നിവർ സംസാരിച്ചു. ആയുർവേദ ഡിസ്പെൻസറിയിൽ വെച്ച് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ആയുർവേദം എന്ന വിഷയത്തിൽ ഡോക്ടർ TS മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, കൊളസ്ട്രോൾ, അനീമിയ എന്നിവയ്ക്കായി പ്രത്യേക പരിശോധനയും നടന്നു. ആറ്റത്ര കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി ശിവശങ്കരൻ കല്ലിടത്ത് ഭദ്രദീപം തെളിയിച്ചു. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 1 വരെയാണ് യജ്ഞം നടക്കുന്നത്. അഖില ഭാരത സന്യാസി സഭാ സെക്രട്ടറി മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, ഹൈമ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാരായണം നടത്തുന്നത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AG ഗോപി, സെക്രട്ടറി MK വിപിൻ, കൺവീനർ AR മനോജ്, വിമൽ ഇടമനപ്പടി എന്നിവർ നേതൃത്വം നൽകി. കുണ്ടന്നൂർ തുരുത്ത് ഏരിഞ്ഞിക്കൽ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ ഗുരുവായൂർ മുൻ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം 6 മണിയോടെ ക്ഷേത്ര കവാടത്തിൽ വെച്ച് കൊമ്പുപറ്റ് കുറവയോടെ സ്ത്രീജനങ്ങൾ താലമേന്തി ക്ഷേത്ര മേൽശാന്തി പൂർണ്ണകുംഭം നൽകി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. ക്ഷേത്രം രക്ഷാധികാരി രവിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രസമിതി കൺവീനർ പ്രതീഷ് അപ്പു, ജയശ്രീ ടീച്ചർ, മേൽശാന്തി നെല്ലുവായി നാരായണ അയ്യർ, ക്ഷേത്രസമിതി അംഗം ബിനീഷ് എന്നിവർ നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ കടിക്കാട് സ്വദേശി ബിനി ഉമേഷിനെ പുന്നയൂർ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിന്റെ സാംസ്കാരിക സംഘടനയായ ചിലമ്പ് കലാവേദി സ്നേഹോപഹാരം നൽകി ആദരിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ദയാനന്ദൻ മാമ്പുള്ളി സമിതിക്ക് വേണ്ടി പൊന്നാടയണിയിച്ചു. ചിലമ്പ് പ്രസിഡന്റ് മുകുന്ദൻ ഇളയച്ചാട്ടിൽ, സെക്രട്ടറി ഷാജി മുണ്ടന്തറ എന്നിവർ ചേർന്ന് സ്നേഹോപഹാരം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് കാറയിൽ വിജയൻ, ജോയിന്റ് സെക്രട്ടറി മോഹനൻ ഈച്ചിത്തറയിൽ, ബാബുരാജ്, ദിനേശൻ, രമേശൻ, ബിബിൻലാൽ, മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. 3ാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകൃഷ്ണ കോളേജ് റോഡ് മുതൽ സമുദായക്കുളം വരെയുള്ള റോഡാണ് വൃത്തിയാക്കിയത്. രാവിലെ തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നേരം വരെ നീണ്ടു. BJP വാർഡ് കൺവീനർ ജോസഫ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണത്തിന് വാർഡിന്റെ ചുമതലയുള്ള ധനീഷ് സുധാകരൻ, പ്രദീപ്, വാസു, ജോയ്, ഷൈജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജന്തുക്കളും മറ്റും കാരണം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ നമ്മളത് BJP പ്രവർത്തകർ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേറെ ആൾക്കാർ ചെയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ ഇടപെട്ട് അത് ശരിയാക്കി ആൾക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള രീതിയാക്കി കൊടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,605 രൂപ, പവന് 84,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 144 രൂപ. ചർമ്മം മരത്തംകോട് കിടങ്ങൂർ വലിയ വീട്ടിൽ വേലായുധൻ നായരുടെ ഭാര്യ ഈച്ചിരത്ത് സരോജിനിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുരളി, ജയ, ഷീല എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കും. ഡിസംബർ 20 മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വര രോഗബാധയുണ്ടായെന്ന ആശങ്കയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ ക്ഷേത്രകുളങ്ങൾ ഉൾപ്പെടെ പൊതുകുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ കുളങ്ങളിൽ പ്രവേശിക്കരുതെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ്. വനംവകുപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
ഇരുട്ടിന്റെ മറവിൽ കൃഷിയിടത്തിൽ ശുചിമുറി മാലിന്യം തള്ളി സാമൂഹിക വിരുദ്ധർ. ടാങ്കറിലെത്തിച്ച ശുചിമുറി മാലിന്യം തള്ളിയത് തിരുത്തിക്കാട് പാടശേഖരത്തിൽ. തൊഴിലാളികൾ പണിക്കിറങ്ങാതായതോടെ ദുരിതത്തിലായി കർഷകർ. ഹോട്ടൽ മാനേജറിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന KA ജയപ്രകാശ്. പിടികൂടിയത് പണം നൽകാനെന്ന പേരിൽ സ്ഥലത്തെത്തിച്ച് തന്ത്രപരമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.